ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് നോക്കുന്നത് കേട്ടോ. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നാളികേരം ചേർക്കാത്ത നല്ലൊരു ചട്നിയാണ്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും ലൈക്കും കൂടി തന്നേക്കണേ. ആദ്യം തന്നെ നമുക്കൊരു പാൻ ചൂടാവാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള അതുപോലെ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ ഒരു കളറൊക്കെ മാറി ഒരു ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാളയൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇളക്കി കൊടുത്ത് ആ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫാക്കിയിടാം. പിന്നീട് ഇത് നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്താൽ മതി, അധികം ഇഞ്ചി ചേർക്കരുത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നാളികേരത്തിന് പകരമായിട്ട് നമ്മൾ പൊട്ടുകടലയാണ് ചേർക്കുന്നത്. ഒരു അരക്കപ്പിനടുത്ത് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് ഇച്ചിരി കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല. ഒരു 1/4 മുതൽ അരക്കപ്പിനടുത്തോളം പൊട്ടുകടലയും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാൻ നേരത്ത് നമ്മൾ കുടിക്കാൻ എടുക്കുന്ന വെള്ളം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ഇനി നമ്മൾ ഈ ഒരു ചമ്മന്തി പ്രത്യേകിച്ച് തിളപ്പിച്ചെടുക്കണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുടിക്കാൻ എടുക്കുന്ന വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് എത്രത്തോളം ചാറ് വേണം അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചാറ് കഴുകി കുറച്ചും കൂടി വെള്ളം എടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർക്കണം. അതേ പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 വറ്റൽമുളകും ഒരു 2 കറിവേപ്പിനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ ചമ്മന്തിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാളികേരമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്